മോൻ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് എന്തോ ഒരു സ്പെഷ്യൽ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ള കുറേ നേരത്തെ ആലോചനയ്ക്ക് ശേഷം ഉണ്ടാക്കിയെടുത്ത ഒരു ഐറ്റം ആട്ടോ ഇത്. ഉണ്ടാക്കിയ സമയത്ത് ഞാൻ വിചാരിച്ചു ഇത് സക്സസ് ആയിട്ടുണ്ടെങ്കിൽ മാത്രം ഇതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന്. പക്ഷേ ഉണ്ടാക്കി കഴിച്ചപ്പോഴല്ലേ മോന് മിക്കവാറും കിട്ടൂല എന്ന് എനിക്ക് തോന്നിപ്പോയി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് ഞാൻ തന്നെ കുറച്ച് കഴിച്ചു കേട്ടോ. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം കുറച്ച് ഉരുളക്കിഴങ്ങെല്ലാം ഒന്ന് പുഴുങ്ങി വെക്കുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നല്ല പോലെ ഉടച്ചെടുക്കണം കേട്ടോ. നന്നായിട്ട് കട്ടകളൊന്നും ഇല്ലാതെ ഉടച്ചെടുത്ത ശേഷം നമുക്ക് അതിൻ്റെ അകത്തേക്ക് കുറച്ച് കോൺഫ്ലവർ ഇടാം. എനിക്കിവിടെ ഒരു 3 സ്പൂൺ കോൺഫ്ലവർ ആണ് ആവശ്യം വന്നിട്ടുള്ളത്. അത് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. ഇത് നമുക്കിങ്ങനെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കാൻ പറ്റണം, അതേപോലെ ഒന്ന് ടൈറ്റായിട്ട് കുഴച്ചെടുക്കുക. എന്നിട്ട് ഇതേപോലെ ഇങ്ങനെ ബോൾസ് ആക്കി എടുത്ത ശേഷം അത് നമുക്ക് എയർ ഫ്രയറിൽ ഇട്ടിട്ട് ഒരു 20 മിനിറ്റ് 180 ഡിഗ്രിയിൽ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ കുറച്ചൊന്ന് ഓയിൽ സ്പ്രേ ചെയ്താൽ നല്ലതായിരിക്കും. പിന്നെ അത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തിട്ട് എല്ലാ ഭാഗവും തിരിച്ചും മറിച്ചൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ നമുക്കിതിനൊരു സോസ് ഉണ്ടാക്കാം. ആദ്യം ഒരു പാനിലേക്ക് എണ്ണയും ബട്ടറും ഇട്ടിട്ട് അത് ചൂടായി വരുന്ന സമയത്ത് കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടുള്ള ഗാർലിക്ക് ചേർത്ത് കൊടുക്കുക. അതങ്ങനെ ഒരുപാട് ഫ്രൈ ആയി പോകേണ്ട ആവശ്യമില്ല, പച്ചമണം ഒന്ന് പോയാൽ മതിയേ. പിന്നെ അതിലേക്ക് ടൊമാറ്റോ സോസും സോയാ സോസും കുറച്ച് ഉപ്പ്, കുരുമുളക് പൊടി, പിന്നെ കുറച്ച് പഞ്ചസാരയും കൂടെ ഇടുന്നുണ്ട്. പിന്നെ ലാസ്റ്റായിട്ട് കുറച്ച് കോൺഫ്ലവർ വെള്ളത്തിൽ കലക്കിയതും കൂടെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ഇതുപോലെ ഒരു സോസാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിലേക്ക് ആ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള പൊട്ടറ്റോ ബോൾസും കൂടെ ചേർത്ത് മിക്സ് ചെയ്യാം. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. ഒരു ചില്ലി പൊട്ടറ്റോൻ്റെ ഒക്കെ ടേസ്റ്റ് ഉണ്ടായിരുന്നു. പക്ഷേ ഇത് ചൂടോടെ കഴിക്കണം കേട്ടോ, അപ്പോഴാണ് ഇത് ടേസ്റ്റ്. തണിഞ്ഞ് കഴിയുമ്പോൾ അത്ര ടേസ്റ്റ് ഇല്ല.